സംഗീതവും താളവും നിറഞ്ഞ നിരൂപക ലോകം പടുത്തുയർത്തിയ വ്യക്തിയാണ് കെ.പി. ശങ്കരൻ എന്ന മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം നിരൂപകൻ പ്രൊഫസർ കെ.പി. ശങ്കരന് നൽകി സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ രവീന്ദ്രനാഥ്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർമാൻ എം. കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. കഥാകൃത്ത് എൻ. രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാധാകൃഷ്ണൻ കാക്കശ്ശേരി, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ദേവസ്വം ഭരണസമിതി അംഗം സി. മനോജ്, കെ.ജി. സുരേഷ് എന്നിവർ സംസാരിച്ചു. സാഹിത്യ സെമിനാർ സി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്വൈതത്തെ സാമാന്യവൽക്കരിച്ച മഹാകവിയാണ് പൂന്താനം എന്ന് സി. രാധാകൃഷ്ണൻ പറഞ്ഞു. ഡോക്ടർ പി. മുരളി, ഡോക്ടർ സുപ്രിയ എന്നിവർ പ്രബന്ധം അവതരിപ്പിച്ചു. ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി. നാരായണൻ നമ്പൂതിരി മോഡറേറ്ററായി. പൂന്താനം കൃതികളുടെ പാരായണം, കവിയരങ്ങ് എന്നിവയും നടന്നു. പാണ്ടിയും പഞ്ചാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പഞ്ചാരിയിൽ സംഗീതമുണ്ട്. അതുപോലെ സംഗീത ലോകത്ത് ശങ്കരൻ മാസ്റ്റർ നിരൂപണ ലോകത്തിന് വ്യത്യാസം എന്താ? അതിൽ സംഗീതമുണ്ട്, താളമുണ്ട്. മറ്റു പലതിലും ശബ്ദമുണ്ട്, ഒച്ചയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. സംഗീതാത്മകമായ സംഗീതവും താളവും നിറഞ്ഞൊരു നിരൂപണ ലോകം തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായി പടുത്തുയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശങ്കരൻ മാസ്റ്റർ നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സമാനതകളില്ലാത്ത സംഭാവന മലയാള സാഹിത്യത്തിന് ശങ്കരൻ മാസ്റ്റർ നൽകി എന്ന് പറഞ്ഞത്. പൂന്താനം തന്നെയാണ്. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരുമെല്ലാം മലയാള ഭാഷയ്ക്ക്, മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന മലയാളത്തിലൂടെ എഴുതൂ എന്ന അറിയിപ്പാണ് എന്ന് ഞാൻ കരുതുന്നു. മണിപ്രവാള സാഹിത്യ കാലഘട്ടത്തിലും സംസ്കൃതത്തിലൂടെ മാത്രം കവിത എഴുതുന്ന കാലത്തും കാവ്യലോകത്തിൻ്റെ ഭാവുകത്വം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ മലയാളികൾ ഉണ്ടായിരുന്നു. കാവ്യലോകത്തെ കെട്ടാൻ മറ്റ് ഭാഷകൾ പഠിക്കണം. അങ്ങനെ കാവ്യലോകത്തിൻ്റെ കാവ്യസങ്കല്പങ്ങളും ജ്ഞാനസങ്കല്പങ്ങളും ജ്ഞാനരൂപങ്ങളും മലയാളിയുടെ മനസ്സിലേക്ക് എത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അക്കാലത്താണ് ആ മഹാലോകത്തേക്ക് മനുഷ്യ മനസ്സുകളെ കൈപിടിച്ച് ഉയർത്തുവാൻ പൂന്താനവും അതുപോലെ തന്നെ എഴുത്തച്ഛനുമെല്ലാം ശ്രമിച്ചത്. നല്ല മലയാള ഭാഷയിൽ കവിത എഴുതി അതോടെ മലയാള മനസ്സുണരുകയാണ്, കാവ്യലോകം വികസിക്കുകയാണ്. മലയാള കാവ്യ മനസ്സ് ചിറക് വെച്ച ചിന്തകൾ പോലെ വളരുകയാണ്. അങ്ങനെ പുതിയൊരു ലോകം അവർ സൃഷ്ടിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പുതിയൊരു ഭാവുകത്വം അവർ സൃഷ്ടിച്ചെടുത്തു.